എറണാകുളം വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. ഡ്രൈവർ ജയയ്ക്കെതിരെ ഉണ്ടായത് കൊട്ടേഷൻ ആക്രമണം. കസ്റ്റഡിയിലുള്ളത് അടുത്ത ബന്ധു. കുടുംബതർക്കമാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് പോലീസ്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, ഈ സംഭവത്തെപ്പറ്റി എന്താണ് പോലീസ് നൽകുന്ന വിവരം? ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, വനിതാ ഡ്രൈവറായിരുന്ന ജയയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കേസിന്റെ ഗൂഢാലോചന നടത്തിയ, കൊട്ടേഷൻ നൽകിയ മുഖ്യപ്രതിയുടെ ഭാര്യയാണ് ഇപ്പോൾ ഞാറക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്നലെ ഈ പ്രതിയെ തിരക്കി പോലീസ് വീട്ടിലെത്തിയെങ്കിലും പോലീസിനെ കണ്ട പ്രതി ഓടി രക്ഷപ്പെടുകയും തുടർന്ന് തോട്ടിൽ ചാടി നീന്തി മറുകരയിൽ പോവുകയുമായിരുന്നു. പ്രതിയും ഇന്ന് തന്നെ കസ്റ്റഡിയിലാകുമെന്നുള്ളതാണ് പറയുന്നത്. കുടുംബ പ്രശ്നമാണ് ഈ തർക്കത്തിലേക്കും പിന്നീട് ജയയ്ക്കെതിരായി കൊട്ടേഷൻ കൊടുക്കാനും ഇടയാക്കിയ ഈ അക്രമത്തിലേക്കും നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സ്ത്രീയുടെ ആദ്യ വിവാഹത്തിലുണ്ടായ കുട്ടികളെ രണ്ടാം ഭർത്താവ് സ്ഥിരമായി മർദ്ദിച്ചിരുന്നു. ഈ സംഭവത്തിൽ ജയ നിരന്തരമായി ഇതിനെതിരെ പ്രതികരിക്കുകയും ഇത് ശരിയല്ല എന്ന് പറയുകയും ചെയ്തു. ഇതാണ് വൈരാഗ്യത്തിന് പ്രധാന കാരണം. ജയയെ അപകടപ്പെടുത്തുമെന്ന് ഇവർ മുൻപ് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഈ കൊട്ടേഷൻ നൽകിയതും ജയയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കേസിലാണ് മുഖ്യപ്രതിയുടെ ഭാര്യയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കേസിലെ ഏറ്റവും നിർണായകമായ കസ്റ്റഡിയാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന ആളെ കസ്റ്റഡിയിലെടുക്കുമെന്നും ഞാറക്കൽ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കേസിൽ എന്താണ് ജയയ്ക്കെതിരായി നടന്ന അക്രമത്തിന്റെ പ്രധാന കാരണമെന്നുള്ള തെളിവുകൾ പുറത്തുവരികയാണ്. 2 പ്രതികളെ ഞാറക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കം, അത് കുട്ടികളെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജയ എതിർപ്പ് പ്രകടിപ്പിച്ചതും മറ്റുള്ളവരോട് പറയുമെന്ന് കരുതിയതുമാണ് ജയയെ ആക്രമിക്കാനായിട്ട് കാരണം. ഇതിന് കൊട്ടേഷൻ നൽകുകയായിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൊട്ടേഷൻ സംഘത്തിലുള്ള 3 പേരെക്കുറിച്ചും പോലീസിന് വളരെ വ്യക്തമായ സൂചന ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ജയയുടെ പിതാവിന്റെ സഹോദരിയുടെ മകളും അവരുടെ മറ്റൊരു ബന്ധുവുമാണ്. ഇവരുടെ രണ്ടാം ഭർത്താവിനെയാണ് പോലീസ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതിയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ജയ നിലവിൽ ഗുരുതരമായി തുടരുകയാണ്. ജയയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ മുഖ്യപ്രതി ഗൂഢാലോചന കേസിൽ ഇപ്പോൾ ആ പ്രതിയുടെ ഭാര്യയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോവുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച കേസിൽ പോലീസ് നിർണായകമായ കസ്റ്റഡികളിലേക്ക് നീങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കും പോലീസ് കടക്കും. ശരി, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.